പ്രേമചന്ദ്രിക, രാഗലതിക, മോഹമല്ലിക. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മല്ലിക സുകുമാരൻ. ഇന്ദ്രജിത്തും പൃഥ്വിരാജും എൻ്റെ ഇടവും വലവും നിൽക്കുന്ന രണ്ട് ശക്തരായ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൺകുട്ടികളായിട്ട് മാറുകയും ഞാൻ ഈ പറഞ്ഞതുപോലെ കൊച്ചിലെ മുതൽ എൻ്റെ ചിറകിനിടയിൽ ഒളിപ്പിച്ച് വെച്ച് നല്ല സ്വയം പറക്കാനറിയാമെന്ന് എനിക്ക് തോന്നുന്നിടം വരെ ഞാൻ അതുപോലെ അവരെ ഞാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തോടുകൂടി ഒരു ജീവിതം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചു, ഈശ്വരാ, കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ വലിയ വലിയ സന്തോഷം തരാൻ ദൈവം വിചാരിച്ചാൽ മതി എന്നുള്ളത് ഞാൻ പഠിച്ചു. അതുപോലെ ഞാൻ കേസരി ഉണ്ടാക്കും. എൻ്റെ കേസരി ഭയങ്കര എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ മക്കളെ പോലെ കേട്ടോ, ഇങ്ങനെ നല്ലൊരു മോൻ. ഞാൻ ഇന്നലെ പോലും രാജുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ധ്യാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവിൽ, അതായത് നിങ്ങൾ എല്ലാവരും കൂടി മല്ലികമ്മ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് ഇരിക്കണം, സീനിയർ ആർട്ടിസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞു. 2 ദിവസം ഇരുന്നപ്പോഴത്തേനും പിന്നെ മല്ലികമ്മ നിങ്ങളുടെ ഗ്യാങ്ങിൽ ചേർന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിവിൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം നിവിൻ്റെ അമ്മയ്ക്ക് നമുക്ക് വേറെ ചോയ്സ് ഇല്ല. കാര്യം അത്രയും അവനെ ഓവർ പവർ ചെയ്യണം, എന്നാൽ ഹ്യൂമറും വേണം. നിവിൻ്റെ ഒരു ഡയലോഗ് ഇപ്പോഴും ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിലൊക്കെ, ഞാനൊരു കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുക എന്നൊരു സംഭവമുണ്ട്. അതിപ്പോഴും പലപ്പോഴും എല്ലാവരും പറയും, എൻ്റെ ദൈവമേ, ഞങ്ങളത് കേട്ടപ്പോൾ എൻ്റെ പൊന്നും പോയി കിടന്നു ജല്ലി ജല്ലി കിടത്ത് ഉറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട്, അയ്യോ ഇതിങ്ങനെയൊക്കെ വീട്ടിൽ കാണിക്കുന്ന പോലെ താൻ എങ്ങനെയോ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു ഡയറക്ടറുടെ കല്യാണം ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മൾ നടത്തുമ്പോൾ തിരിച്ച് നിവിന് ഓടിപ്പെട്ട് ഒരു ഇടി കൊടുത്തിട്ട് പോകും. അത് ആക്ച്വലി യങ് ആക്ടേഴ്സ് ഒരു സീനിയർ ആക്ടറിനെ ഇടിക്കാൻ മടിക്കും. ആ പഴയ നസീർ സാർ മധുസാർ അങ്ങ് അഭിനയിച്ചിട്ട് ഇന്നലെ വന്ന ഒരു തടിയെ പോലെ ഞാൻ അങ്ങ് ഇറങ്ങി താഴെ വന്നു. എനിക്ക് അത്ര സന്തോഷം തോന്നിയ ഒരു സിനിമയായിരുന്നു. അവസാനം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, വിശാഖ് ഞാനിങ്ങോട്ട് വിളിച്ചു, 2 ദിവസം ചെന്നൈയിൽ വെറുതെ കൊണ്ടിരുത്തിയ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവും. അവന് ഒരു ബുദ്ധിമുട്ടില്ല മക്കളെ, നിങ്ങൾക്ക് അയൽക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ കൺട്രോളർ വിളിക്കും, അല്ല ചേച്ചി അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് ഞാൻ ഇടണ്ടേ? വേണ്ട മനോജ്, ഞാൻ ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് മറ്റന്നാൾ അമ്മ അങ്ങ് രാവിലെ എത്തിക്കോളും. ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണോ? എവിടെ കിട്ടണ്ടേ ഇവരൊക്കെ ഞാൻ കണ്ടാൽ മറുപടി ആയിരിക്കും. പക്ഷെ ധ്യാൻ എന്ന് പറഞ്ഞ മഹാൻ കേൾക്കാൻ വേണ്ടി പറയാം, പൊന്നു മക്കളെ ഈ ഫോൺ കൊണ്ട് നടക്കുന്നുണ്ടോ ഓഫായിരിക്കും മിക്കപ്പോഴും. കിട്ടത്തില്ല. ദൈവം സഹായിച്ച് ഒരു പടം കണ്ടിട്ട് നന്നായിരുന്നു എന്ന് പറയാൻ വിളിക്കാൻ കിട്ടത്തേ ഇല്ല. അങ്ങനെ ഒരു പടം അവൻ ചെയ്തോ? പിന്നെ ധ്യാനോടൊന്ന് പറഞ്ഞത് കേട്ടോ, ഗംഭീരമായിട്ട് ഈ 300 കോടി ഇതൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ നമ്മളൊക്കെ കൂടെ കേക്കണ്ട. അമ്മയുടെ ഒരു ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉത്തരവാണല്ലോ മലയാള സിനിമയിലുള്ള 2 നടന്മാർ. വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ fresh to home, no shortcuts taken. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് ദുഃഖങ്ങൾ, ഇതൊക്കെയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആലോചിക്കുമ്പം നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ അസ്തിത്വം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ മലയാളികൾക്ക് കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങൾ, അവരുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം ഇന്ന് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ അതിഥിയായിട്ട് വന്നിട്ടുള്ളത് മലയാളികൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരുപാട് വിശേഷണങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജീവിതം വളരെ വ്യക്തമായിട്ട് ജീവിച്ച് കാണിച്ച ഒരാൾ എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. അതുപോലെ തന്നെ മലയാളികൾക്ക് എന്നല്ല, നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ കരുത്തുറ്റ 2 നടന്മാരെ നൽകിയ ഒരു അമ്മയാണ്. മാത്രമല്ല മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട 2 മരുമക്കളെ എന്ന് പറഞ്ഞാൽ കലാപരമായിട്ടും കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ അത്രയും പ്രിയപ്പെട്ട 2 മരുമക്കളെയും 3 പേരക്കുട്ടികളെയും നൽകിയ ഒരു അമ്മയാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മല്ലിക സുകുമാരൻ. നമ്മുടെ എന്താ പറയുക, സ്നേഹത്തോടെ ഞങ്ങൾ വിളിക്കുന്ന മല്ലികമ്മ, മല്ലികാൻറ്റി എന്ത് വേണമെങ്കിലും വിളിക്കാം. സ്വാഗതം. താങ്ക് യു മോളെ. എനിക്ക് വന്നപ്പോൾ തൊട്ടേ ആ ടൈറ്റിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന പേര്. ഇത് ഇങ്ങനെ ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് സുഹൃത്തൻ, നമ്മുടെ സംവിധായകൻ മോഹൻ്റെ. അതൊന്ന് തേക്കടിയിലായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ. എനിക്കത് കണ്ടപ്പോൾ മുതൽ ആ പേരാണ് ഇങ്ങനെ എൻ്റെ മനസ്സിൽ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അത് ഒത്തിരി സന്തോഷിച്ച ഒരു പടമാണ്. കാരണം ആ സമയം അത് കഴിഞ്ഞിട്ട് വേറൊരു പടം ഉണ്ടായിരുന്നു അവിടെ, അന്ന് ജയനും സുഹൃത്തനും കൂടെ. അങ്ങനെ
ചിരിക്കാനും സന്തോഷകരമായ ഓർമ്മകളിങ്ങനെ ഓർത്തെടുക്കാനും ഒരുപാട് സംഭവങ്ങൾ ഈ ഒരൊറ്റ ടൈറ്റിലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. എന്താ പറയുക, നമുക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ആദ്യത്തെ അതിഥിക്ക് തന്നെ ഇത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് നമ്മുടെ ഷോക്കി എന്നുള്ളത്. അപ്പം എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ചോദിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം. അതായത് ഇപ്പം എന്താ പറയുക, ഒരു ബിസിനസ് വുമൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അഭിനയിക്കുന്നുണ്ട്, ഒരു അമ്മയായിട്ട് 2 ആമക്കളെയും നല്ല രീതിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എല്ലാം ഭയങ്കര മനോഹരമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണ് ത്രൂ ഔട്ട് ലൈഫിൽ? അതെ മോളെ, എന്താ അറിയോ, ഒന്നാമത്തെ കാര്യം നമുക്ക് ജീവിതത്തിൽ നമുക്കൊരു ജീവിത ലക്ഷ്യം വേണം. അങ്ങനെ ഒരു ലക്ഷ്യത്തോടുകൂടി ജീവിച്ച് കാണിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വാശിയോടുകൂടി ജീവിതത്തിനെ സമീപിച്ച ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് എനിക്ക് ആ വാശി അത് നല്ലതാണ്, അങ്ങനെയാണെങ്കിലേ ജീവിതത്തിൽ മുന്നേറുകയുള്ളൂ എന്ന് പറഞ്ഞു തരാൻ എൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും എൻ്റെ കോളേജ് മേറ്റ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് വളരെ ശക്തമായ ഭാഷയിൽ അതെനിക്ക് മനസ്സിലാക്കി തന്നത് അന്ന് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും എൻ്റെ കോളേജിലെ ഏറ്റവും അടുത്ത സുഹൃത്തായ സതീദേവി എന്ന് പറയുന്ന ആളിൻ്റെ ആങ്ങളയുമായ സാക്ഷാൽ സിനിമാ നടൻ സുകുമാരനാണ്. മദ്രാസിൽ ഞങ്ങൾ അതിന് കുറച്ച് മുമ്പ് 5-6 പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് ഇന്നാരുടെ ബ്രദർ എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ പറയും, ഞാനിതല്ലല്ലോ ആഗ്രഹിച്ചത്, ജീവിതം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയും കൂടെ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത്, ഒരു ഓർക്കാപ്പുറത്ത് അദ്ദേഹം പോയി കഴിഞ്ഞപ്പം അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. കാരണം പിന്നെ നമുക്കൊരു 5-6 മാസം നമ്മൾ ജീവിതമേ പോയി എന്നൊക്കെ പറഞ്ഞിരുന്നാലും നമുക്കൊരു മാനസികമായിട്ടൊരു ധൈര്യം വരും. പിന്നെ ഞാൻ എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ എൻ്റെ മുറിക്കുള്ളിലാക്കിയിട്ട് ഇവരുടെ കൂടെ ഒരു സുഹൃത്തിനെ പോലെ ഞാനങ്ങ് നിന്നു. അതൊരു പക്ഷേ അവിടെ നിന്നായിരിക്കാം എൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായത്. അപ്പോൾ പിള്ളേരും ആ ഒരു ഇനിഷ്യലി അവർ ഒരുപാട് ഡൗൺ ആയിരുന്നു. അയ്യോ അമ്മ എന്ത് ചെയ്യുന്നു, അമ്മ എന്താ മിണ്ടാത്ത, അമ്മ എന്താ കിടക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ പറയുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളാണ്, ചിലപ്പോൾ നമ്മുടെ ജാതകദോഷം എന്നൊക്കെ പറയാൻ പണ്ടുള്ള അമ്മൂമ്മമാരല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ 2 മക്കൾ നിൻ്റെ ഇടവുമല്ലോ ഇങ്ങനെ നിന്നിട്ട്, അപ്പോൾ അവരെ ഇനി നീ നന്നായിട്ട് എങ്ങനെയാണോ സുഖേട്ടൻ ആഗ്രഹിച്ചത് അതുപോലെ കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ കടമയും കർത്തവ്യവും ഒക്കെ ആയിട്ട് അമ്മയെ അങ്ങ് ചിത്രീകരിക്കുകയും അത് ശരിയാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഇന്ദ്രജിത്തും പൃഥ്വിരാജും എൻ്റെ ഇടവും വലവും നിൽക്കുന്ന 2 ശക്തരായ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൺകുട്ടികളായിട്ട് മാറുകയും ഞാൻ ഈ പറഞ്ഞതുപോലെ കൊച്ചിലെ മുതൽ എൻ്റെ ചിറകിനിടയിൽ ഒളിപ്പിച്ച് വെച്ച് നല്ല സ്വയം പറക്കാനറിയാമെന്ന് എനിക്ക് തോന്നുന്നിടം വരെ ഞാൻ അതുപോലെ അവരെ ഞാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തോടുകൂടി ഒരു ജീവിതം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചു, ഈശ്വരാ, കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ വലിയ വലിയ സന്തോഷം തരാൻ ദൈവം വിചാരിച്ചാൽ മതി എന്നുള്ളത് ഞാൻ പഠിച്ചു. സത്യം. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്തിലോട്ട് പോവുകയാണ്. ഇപ്പം 50 വർഷമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, നമുക്ക് എല്ലാം അറിയാം. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ ഓർമ്മകളാണ് ഏറ്റവും സന്തോഷം തരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറുപ്പത്തിലോട്ട് ഞാൻ കൊണ്ടുപോവുകയാണ്. നമ്മളത് നോക്കിയ സമയത്ത് മല്ലിക സുകുമാരൻ എന്നാണ് പേരെങ്കിലും ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് മോഹമല്ലിക എന്നുള്ള പേരും മോഹമല്ലിക പിള്ള എന്നാണ്. മാത്രമല്ല ചേച്ചിമാരും അനിയത്തിമാർക്ക് എന്താ വെച്ചാൽ പ്രേമചന്ദ്രികയും രാഗലതിക ഇങ്ങനെയൊക്കെയാണ് പേര്. അപ്പം ഈ ഒരു പേരൊക്കെ ഇട്ടത് അല്ലെങ്കിൽ അതിന്റെ പിമ്പിലുള്ള കഥ എന്താണ്? അത് എൻ്റെ അച്ഛൻ, അതായത് മോക്കറിയോന്നറിയില്ല, കൈനിക്കര ഒരു ഫാമിലി ഉണ്ട്, കൈനിക്കര പത്മനാഭപിള്ള, കൈനിക്കര കുമാരൻ. അവർ 5 പക്ക ഗാന്ധിയന്മാരാ, 5 ബ്രദേഴ്സാണ്. ഇവരുടെ ഇടയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവരെല്ലാവരും കൂടെ തീരുമാനിക്കും. അപ്പോൾ അങ്ങനെ വല്യച്ഛന്മാരും ഒക്കെ കൂടെ ചെല്ലുമ്പം വെറുതെ എന്തെങ്കിലും ഒരു പേരിടണ്ട എന്ന് വിചാരിച്ചിട്ട് ചന്ദ്രിക, ലതിക, മല്ലികയൊക്കെ എല്ലായിടത്തും കാണുമല്ലോ. അപ്പോൾ ഒരു ചെറിയ ഒരു അഡീഷണൽ ഒരു ഗ്ലാമർ ഇരുന്നോട്ടെന്ന് വിചാരിച്ചിട്ട് പ്രേമചന്ദ്രിക, രാഗലതിക, മോഹമല്ലിക. അങ്ങനെ കാലം പോയി, പിള്ളേരൊക്കെ വന്ന് വലുതായപ്പോൾ അച്ഛനോട് ഞങ്ങൾ തന്നെ പറഞ്ഞു, അച്ഛാ ഇനിയിപ്പോൾ ഈ പ്രേമവും രാഗവും മോഹമൊക്കെ വേണോ അച്ഛാ, വയസ്സായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ കെട്ടിയോന്മാരുടെ ഇഷ്ടം, ഒന്നുമില്ലെങ്കിൽ എനിക്ക് വിരോധമില്ല, എന്ത് വേണേൽ ചെയ്യാം അല്ലേ. അപ്പം ഞങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ബാക്കി ഹസ്ബൻഡിൻ്റെ പേരും കൂടെ ചേർത്താൽ അതല്ലേ ഞാൻ പറഞ്ഞ കല്യാണം കഴിയുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ എടുത്തുകളാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 ചേച്ചിമാരും ഞാനും കൂടെ ചേർന്ന് ഞങ്ങൾ പിന്നീട് ചന്ദ്രിക മേനോൻ, ലതിക കർത്ത, പിന്നെ മല്ലിക സുകുമാരൻ ഇങ്ങനെ വന്നു. അപ്പോൾ ഈ പ്രേമവും രാഗവും മോഹവും തൽക്കാലം പെട്ടിക്കകത്ത് വെച്ചിരിക്കുക. പറഞ്ഞ രീതിയിലാണ് ഭയങ്കര നർമ്മമുള്ളത് കേട്ടോ. ഇപ്പൊ അച്ഛനൊരു ഗാന്ധിയനാണെന്ന് പറയുന്നത്. ഭയങ്കര ഗാന്ധിയൻ. ഗാന്ധി എന്ന് പറഞ്ഞാൽ അച്ഛൻ മാത്രമല്ല, അയ്യോ ജനുവരി 30 മഹാത്മാഗാന്ധി മരിച്ച ദിവസം അച്ഛനും വല്യച്ഛന്മാരും രാവിലെ മുതൽ 6 മണി വരെ നാരങ്ങ വെള്ളം മാത്രമേ കുടിക്കൂ.
അവസാനം ഞങ്ങളൊക്കെ വഴക്ക് പറയാൻ തുടങ്ങി. എന്താ വെച്ചാൽ വയസ്സ് 60-70 ആവാൻ നീ നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാതെ വല്ല ആഹാരം. ഭയങ്കര ഗാന്ധി. അങ്ങനത്തെ ഗാന്ധിയന്മാരൊന്നും ഇപ്പം ഇല്ല മോളെ, പൊടി പോലും ഇല്ല, സത്യം പറയാം ഞാൻ. അപ്പൊ നമ്മൾക്ക് ഗാന്ധി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ ഫസ്റ്റ് വരുന്ന കാര്യം ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതെ, അങ്ങനെ തന്നെയായിരുന്നു അച്ഛനൊക്കെ. ജീവിതത്തിൽ ഖദറല്ലാതെ ഇട്ടിട്ടില്ല. ഖദർ മുണ്ടും ഖദർ ഷർട്ടുമാണ് ഇവരെല്ലാവരും ഇട്ടുകൊണ്ടിരുന്നത്. വളരെ ലളിതമായ ജീവിതം. കാറൊക്കെ വാങ്ങിക്കുന്നത് ഞാനൊക്കെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് BSc ഫസ്റ്റ് ഇയർ കയറുമ്പോഴാണ് എൻ്റെ അച്ഛനൊരു കാറ് ഫിയറ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് പറയും, അച്ഛാ ഈ മുഴുവൻ പൈസ കൊടുക്കണ്ട അച്ഛാ, അങ്ങനെ അച്ഛാ ഇങ്ങനെ അച്ഛാ, ഒരു കാറ് വാങ്ങിച്ചെങ്കിൽ അങ്ങനെ. അച്ഛൻ പറയും ഇപ്പോൾ കാറില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എന്താ ഇപ്പോൾ പ്രശ്നം, കോളേജ് വീട്ടിന് മുമ്പിൽ നിന്ന് ലേഡീസ് ഉള്ള ബസ്സുണ്ട്, കോളേജിലേക്ക് പോയി ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉപദേശിക്കും. വെറുതെ ഇങ്ങനെ കാശ് കളയാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഉപദേശിക്കും. പൈസ സൂക്ഷിക്കണം. അങ്ങനെ കുറേയൊക്കെ അമ്മയും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. വളരെ കാൽക്കുലേറ്റീവായിട്ട് ജീവിച്ചു. കാരണം 3 പെൺകുട്ടികളാണെന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഈ അനാവശ്യ ചിലവുകളും ആർഭാടങ്ങളും ഒക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠം ചെറുപ്പത്തിലേ പറഞ്ഞു. പക്ഷേ എന്നാലും ഈ കൊടുക്കുന്ന കാര്യത്തിൽ എൻ്റെ അമ്മയാണ് എൻ്റെ ഗുരു. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയുടെ 1-ാം നമ്പർ വ്യക്തിയാണ്. ഭക്ഷണം കൊടുക്കുക, അതും പ്രത്യേകിച്ച് ഒരു 11-12 മണിയായാൽ ഊണ് കഴിക്കുക, അവർ പിന്നെ വർത്താനം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു ചായ കൊടുക്കുക, ഇതൊക്കെ കണ്ടിട്ടാണ്. പിന്നെ ഇല്ലാത്തവർക്ക് കൊടുക്കുക. അമ്മയ്ക്ക് ഒരുപാട് കാശൊന്നും എൻ്റെ അച്ഛൻ്റെ ഇതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അരിപ്പാടുന്ന് ചിലപ്പം കുറച്ച് ഒരുപാട് നെല്ലൊക്കെ ഉണ്ടെങ്കിൽ കുറേ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള പൈസയൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്നവരുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് എൻ്റെ അമ്മ നോക്കും. അവരുടെ മക്കളുടെ കല്യാണം അപ്പം ഞങ്ങളോടുമൊക്കെ ശുപാർശയാണ്. അയ്യോ അങ്ങനെ ചെയ്യണം, അവൾ 4-5 കൊല്ലം ആയില്ലേ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മാതിരി പാഠങ്ങൾ ഞാൻ കൂടുതലും പഠിക്കുന്നത് എൻ്റെ അമ്മയുടെ നിന്നാണ്. ഇപ്പോൾ ജോലിക്ക് നിൽക്കുന്നവർ നമ്മളെ ഭരിക്കുന്ന കാലമാണല്ലോ, ഒരു രക്ഷയില്ല. അന്നൊക്കെ ഞങ്ങളെയൊക്കെ കുഞ്ഞേന്നൊക്കെയാണ് വിളിക്കുന്നത്. ആ വിളികളൊക്കെ കേട്ട കാലം മറന്നു. 40-45 വയസ്സുള്ള ആളിനെയൊക്കെയാണ് കുഞ്ഞേന്നൊക്കെ വിളിക്കുന്നത്. പക്ഷെ നമുക്ക് ചിരി വരും. അത് അവരുടെ ഒരു രീതിയാണ്. ഓണം വരുമ്പോൾ എല്ലാവരും അവരവരുടെ പുരയിടങ്ങളിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളുമായിട്ട് അപ്പൂപ്പനെ കാണാൻ വരും. അപ്പൂപ്പനും എല്ലാവർക്കും പുതിയ നേരിയതോ അതും ഇതൊക്കെ കൊടുത്തിട്ട് ഒരു ദിവസം അവർക്ക് സദ്യയൊക്കെ ഉണ്ട്. ഒരു ദിവസം ബന്ധുക്കൾ കുടുംബക്കാരും മാത്രം, ഒരു ദിവസം ബന്ധുക്കളും കരയോഗക്കാരും, ഒരു ദിവസം പണി ചെയ്യുന്നവർ, പാടത്ത് പണി ചെയ്യുന്നവരും തെങ്ങ് കയറുന്നവരും ഒക്കെ ആയിട്ട്. അങ്ങനെയൊക്കെയുള്ളൊരു കാലത്ത് ജീവിച്ച അമ്മയിൽ നിന്ന് ഒരുപാട് നല്ല പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അമ്മയാണ് അമ്മാതിരി കാര്യങ്ങൾക്ക്. ഇപ്പം ആൾക്കാർ പുറത്ത് എന്ത് പറഞ്ഞാലും ഇന്നും അമ്മയുടെ പല നല്ല ഗുണങ്ങളും ഞാൻ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കും. ഒരുപക്ഷെ അത്ര എൻ്റെ മരുമക്കൾക്ക് മനസ്സിലായെന്ന് വരുന്നില്ല. കൊച്ചു കുട്ടികളല്ലേ പിള്ളേർ, അവരൊക്കെ ഇപ്പോൾ വന്നവരാ. എൻ്റെ അമ്മയൊക്കെ ഞാൻ ആദ്യമായിട്ട് സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പം അവിടെ പോയാൽ വടക്കോട്ട് എന്ത് കറികളാണ് ഇഷ്ടം, എന്തൊക്കെ കൂട്ടും, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ എന്നെ പഠിപ്പിച്ചു വിടും. അപ്പോൾ ഒരുവിധ അടുക്കള ജോലിയൊക്കെ ഞാൻ ചെയ്യുന്ന ആളാണ്. പക്ഷേ എന്നാലും അല്ല, അവിടെ ഇങ്ങനൊരു കറി. ഞാനിത് പല ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് അമ്മ ശ്രദ്ധിക്കുക. അവിടെ പോകുമ്പം എന്തെങ്കിലും ചോദിക്കുമ്പോൾ അറിഞ്ഞൂടാ എന്ന് പറയരുത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ, രുചി, എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെയും നമ്മൾ കാണേണ്ടത്. നമ്മൾ വലിയ എന്താ പറയുക, സാമ്പത്തികമായി വളരെ മുന്നോട്ട് നിൽക്കുന്നവരെ സൽക്കരിക്കുന്നതിലും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം കുറച്ച് നാട്ടിൽ നിന്നൊക്കെ വരുന്ന അമ്മയെ കാണാൻ വരുന്നവർ, നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരുടെ മക്കളും മരുമക്കളും ഒക്കെ വരുമ്പോൾ വിളിച്ചിരുത്തി ചോറും ഒക്കെ കൊടുത്ത്, അമ്മ മാത്രമല്ല ഞങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടൊക്കെ കൊടുപ്പിക്കുക. അത് ആ ഒരു പാരമ്പര്യം അത്രയൊന്നും ഇപ്പോഴില്ല. എന്നാലും എനിക്ക് പലപ്പോഴും തോന്നും അമ്മയുടെ ആ ഒരു പുണ്യമായിരിക്കാം ഇന്ന് ഞങ്ങളൊക്കെ നല്ല രീതിയിൽ. ശരിക്കും എൻ്റെ അമ്മ ചെയ്ത ഒരു സുഹൃതം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫലം ഞങ്ങളെല്ലാവരും, എൻ്റെ അച്ഛനും അമ്മയും ചെയ്തത്. അതെൻ്റെ ചേട്ടൻ പറയും കേട്ടോ. ഒരുപക്ഷെ അതായിരിക്കാം ഞാൻ മുതൽ എല്ലാവരും ഇപ്പോൾ നല്ല രീതിയിൽ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ കഴിഞ്ഞു പോകുന്നത്. ഇപ്പോഴും ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പിള്ളേർ വഴിയാണ് ഞാൻ ഉണ്ടാക്കും. അതുപോലെ ഞാൻ കേസരി ഉണ്ടാക്കും. എൻ്റെ കേസരി ഭയങ്കര ഹലോ എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ മക്കളെ പോലെ കേട്ടോ. ഇങ്ങനെ നല്ലൊരു മോൻ. ഞാൻ ഇന്നലെ പോലും രാജുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഈ ഇവരൊക്കെ കൂടെ ഒരു പടം അഭിനയിച്ച് ഗഗനചാരി അതിനകത്ത് എൻ്റെ ഒരു വോയിസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴാണ് അറിയുന്നത് ഞാനാണെന്ന്. സത്യം പറഞ്ഞാൽ ഞാനും കൂടെ അയ്യോ ഞാനായിരുന്നല്ലേ പറഞ്ഞല്ലോ അതൊന്ന് ഇങ്ങനെ വന്നപ്പോഴാണ്. അപ്പം ഞാൻ മോനപ്പം അയ്യോ ഞങ്ങൾ സസ്പെൻസ് വെച്ചിരിക്കുക. അപ്പോൾ ഇന്നലെ അതിൻ്റെ ഡയറക്ടറും എൻ്റെ ഹോൾ ടീമെല്ലാം കൂടെ എനിക്കൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഞാനിതെൻ്റെ മക്കൾക്ക്. അപ്പോൾ രണ്ടുപേരും കേട്ടു ഇത്. പക്ഷെ അമ്മ ഇതെപ്പോഴായിരുന്നു, കാരണം എനിക്ക് പറയാനൊന്നും പറ്റിയില്ല. അപ്പൊ അതിന്റെ കാര്യം ഞങ്ങൾ ഇന്നലെ പറഞ്ഞു. പിന്നെ ലവ് ആക്ഷൻ ഡ്രാമ തൊട്ട് അതന്നെ. അതെ, മലയാളത്തിലെ ആദ്യത്തെ ഏലിയന്റെ വോയിസ് ആണ്
ഏലിയൻ വോയിസ് ആണല്ലേ? ഫസ്റ്റ് മലയാളത്തിൽ ഏലിയൻ്റെ അതിൽ ഏലിയമ്മ എന്നാണ് ഏലിയനെ വിളിക്കുന്നത്. ഞങ്ങളുടെ പോസ്റ്ററിൽ ട്രിബ്യൂട്ട് ഞങ്ങൾ കൊടുത്തേക്കുന്ന ഏലിയമ്മ അല്ല മല്ലികാമ്മ. നല്ലൊരു പോസ്റ്റായിരുന്നു. ഞാൻ താങ്ക്സ് ഒക്കെ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ വെച്ച കാര്യം അത് പുറത്ത് വിട്ടാൽ അത് ആ തിയേറ്ററിൽ ചിരി പോകും. പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ് അമ്മയുടെ വോയിസ് വരുന്നത്. അപ്പൊ അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പുറത്ത് വിട്ടില്ല. 2 weeks കുറെ പേർക്ക് അത് തോന്നി കേട്ടോ. ഞാനാണ് ഒരുപാട് ഇപ്പൊ വന്നിട്ടുണ്ട് 10 വന്നിട്ട് എൻ്റെ അമ്മയെ ഞങ്ങൾക്ക് അപ്പോഴേ തോന്നി അമ്മയാണെന്ന്. ഇന്നലെ അമ്മ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇട്ടപ്പോൾ ഞങ്ങൾ കണ്ടോ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് മല്ലികാൻ്റെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശബ്ദം കുറെ പേർക്ക് അറിയാം. റെഫറൻസ് അല്ല, അങ്ങനല്ല, വെറുതെ അമ്മയെ വിളിച്ചല്ല. ആ പോപ്പുലർ ആയിട്ടുള്ള വളരെ ഒരുപാട് വോയിസിൽ അദ്ദേഹം മസ്റ്റായിട്ട് പറയുന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ട് അരുൺ ചന്ദ് ചോദിച്ചത് നമ്മളുടെ ചെറിയ പടത്തിന് വിളിച്ചാൽ വരുമോന്ന് ചോദിച്ചു. ഞാൻ ഒരു ധൈര്യമായിട്ട് വിളിച്ചു. ബിക്കോസ് ലവ് ആക്ഷൻ ചെയ്തപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് സീനിയർ ആക്ടേഴ്സ്, ഇപ്പം വേണു സാറും ലളിതാമ്മ മല്ലികാമ്മ അങ്ങനെയുള്ള സീനിയർ ആക്ടേഴ്സിനൊക്കെ സിനിമയുടെ വലിപ്പം ചെറുപ്പം ഒരിക്കലും അവർ നോക്കാറില്ല. അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ ആ ക്യാരക്ടറോ അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ആസ് ആൻ ആർട്ടിസ്റ്റ്, അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഒരു ധൈര്യമായിട്ട് വിളിച്ചു. ഇതാണ് ഇതിൻ്റെ കാര്യം, ഇതിന് ഐഡൻറ്റിറ്റി ഉണ്ട്, തീർച്ചയായിട്ടും അത് ഇന്ന ആള് ഉണ്ടെങ്കിൽ നമുക്ക് പോസിബിൾ ആണെന്ന് പറഞ്ഞ് നടന്നിരിക്കുന്നു പറഞ്ഞിരുന്നു. ലവ് ആക്ഷനിലല്ലേ നിങ്ങളുടെ ഒരു ബന്ധം തുടങ്ങുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ പുറത്തു എന്ത് രസമായിരുന്നു സത്യം പറഞ്ഞാൽ. അന്ന് എനിക്ക് തോന്നി, ഞാൻ എപ്പോഴും പറയും, ഞാൻ ഏതാണ്ട് ഒരു ചെറുപ്പക്കാരിയാന്ന് തോന്നിയ ഒരു സെറ്റായിരുന്നു. ഇവരുടെ തമാശകൾ നമ്മളും അതിലൊക്കെ ചേരുകയാണ്. എനിക്ക് ഈ പറഞ്ഞിട്ട് മുഖം വീർപ്പ് ചിരിക്കാനൊക്കത്തേ ഇല്ല. എനിക്ക് ഇച്ചിരി തമാശയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ആരാണ്ട് മോശമാണോ? ധ്യാൻ, മോന്, അജു, നിവിൻ, ഇവരെല്ലാരും കൂടെ പിള്ളേർ കളി സെറ്റ്. അപ്പം ഞാനും അതിന്റെ കൂട്ടത്തില് എന്റെ പ്രായമൊക്കെ അങ്ങ് മറന്നു. ഇതിലൊരിക്കൽ ധ്യാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവിൽ, അതായത് നിങ്ങൾ എല്ലാവരും കൂടി മല്ലികാമ്മ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് ഇരിക്കണം സീനിയർ ആർട്ടിസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞു. 2 ദിവസം ഇരുന്നപ്പോഴത്തേനും പിന്നെ മല്ലികാമ്മ നിങ്ങളുടെ ഗ്യാങ്ങിൽ ചേർന്നു എന്നാണ് പറഞ്ഞത്. ഒന്ന് നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നപ്പോഴാണെങ്കിലും അമ്മയുടെ ഇൻ്റർവ്യൂസും ഈ പറയുന്ന ഒരു പ്ലസന്റ് നേച്ചർ, ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്ക്രീനിൽ കാണുമ്പോൾ അല്ലേ നമ്മൾ ഇൻ്റർവ്യൂസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിവിൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നിവിൻ്റെ അമ്മയ്ക്ക് നമുക്ക് വേറെ ചോയ്സ് ഇല്ല. കാര്യം അത്രയും അവനെ ഓവർ പവർ ചെയ്യണം, എന്നാൽ ഹ്യൂമറും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശാഖിനോട് പറഞ്ഞു ഇന്ന ആളെ നമുക്ക് കൃത്യമാണെന്ന് പറഞ്ഞപ്പോൾ വിശാഖ് പറഞ്ഞു പരിചയമുണ്ട്, നല്ല ഫാമിലി വൈസ് ബന്ധമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു ആ ഒരു പോസിറ്റിവിറ്റിയും ഫണ്ണും. പിന്നെ കഥ പറച്ചിലും പിന്നെ ഒരു രീതിയിലും ആ സീനിയോറിറ്റി ഫീൽ ചെയ്യില്ല. ഇപ്പം വർഷയ്ക്ക് ഫീൽ ചെയ്തോ? അതല്ല ശരിക്കും അത് അത്രയും നമുക്ക് മനസ്സുകൊണ്ട് ചില സെറ്റ് ചെല്ലുമ്പോൾ നമുക്കൊരു ഭയങ്കര എനർജിയാണ്, സന്തോഷമാണല്ലോ. അതോ നിവിൻ്റെ ഒരു ഡയലോഗ് ഇപ്പോഴും ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിലൊക്കെ ഞാനൊരു കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുക എന്നൊരു സംഭവമുണ്ട്. അതിപ്പോഴും പലപ്പോഴും എല്ലാവരും പറയും എൻ്റെ ദൈവമേ ഞങ്ങളത് കേട്ടപ്പോൾ എൻ്റെ പൊന്നു പോയി ജല്ലി ജല്ലി ഇങ്ങനെ തുറക്കുന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ഇതിങ്ങനെയൊക്കെ വീട്ടിൽ കാണിക്കുന്ന പോലെ താൻ എങ്ങനെയോ കാണിക്കുന്നു. ഞാൻ പറഞ്ഞു ഡയറക്ടറുടെ കല്യാണം ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മൾ നടത്തുമ്പോൾ തിരിച്ച് നിവിന് ഓടിപ്പെട്ട് ഒരു ഇടി കൊടുത്തിട്ട് പോകും. അത് ആക്ച്വലി യങ് ആക്ടേഴ്സ് ഒരു സീനിയർ ആക്ടറിനെ ഇടിക്കാൻ മടിക്കും. അതിപ്പോ ഡയറക്ടർ പറഞ്ഞൊരു ഇംപ്രവൈസേഷൻ അല്ല, അത് നിവിൻ അങ്ങനെ തോന്നി. അത് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടാ? ആ ഒരു എനർജി അല്ല, ആ ഒരു ഫ്രീഡം കൊടുത്തിട്ടുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ഒരിക്കലും ഒരു സീനിയർ ആക്ടറിനെ നമ്മളിപ്പോ കൈ പിടിക്കുമ്പം നമ്മള് അയ്യോ എന്തെങ്കിലും വിചാരിക്കുമോ, ഇടി കൊടുത്തിട്ട് പോയേക്കുന്നു. അവൻ അത്രയും ഫ്രീ ആയി ഫീൽ ചെയ്തുകൊണ്ടാണ്. ഭയങ്കര രസമായിരുന്നു ആ സെറ്റ്. ഞാൻ എപ്പോഴും ധ്യാനെ കാണുമ്പോൾ ചോദിക്കും മോനെ ഇനി അങ്ങനത്തെ പടമൊന്നും ഇല്ലേ. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു പടമായിരുന്നു. ബിക്കോസ് അവനും അത് പഠിക്കുമായിരുന്നു, ഞങ്ങളും പഠിക്കുമായിരുന്നു. അയ്യോ അത് ഭയങ്കരമായിരുന്നു. നിങ്ങൾക്ക് ലവ് ആക്ഷനിലെ ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ രണ്ടുപേർക്കും പറയാനുള്ളത്? അതെ, എനിക്ക് ഓർമ്മയുണ്ട്. അല്ല എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സത്യം ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സെറ്റിൽ ഇങ്ങനെ തീർന്നു പോയല്ലേ ഇന്നും കൂടെ ഉള്ളല്ലോ എന്ന് തോന്നിയത് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം. അങ്ങനെയൊന്നും തോന്നാറില്ല. നമ്മുടെ ജോലി കഴിഞ്ഞാൽ എന്നാൽ പോട്ടെ ഏട്ടാ കാശ് നാളെ തരുമോ എന്നൊക്കെ ചോദിച്ചൊക്കെ പോവലാണ്. ഇതങ്ങനല്ല. നമുക്ക് അത്രയും നമ്മുടെ മക്കളുടെ കൂടെ പോലും അത്രയും സന്തോഷം എനിക്ക് തോന്നിയിട്ടില്ല. അത്ര രസമാണ്. ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങൾ എൻ്റെ 2 പിള്ളേരോടും പറയും. അപ്പോൾ പറയുകയും ചെയ്യാം അറിയാം ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് മറ്റേ വിശാഖ് മറ്റേ ഇതയച്ചു മെസ്സേജ് അയച്ചു അജു പറയാറുണ്ട്, ധ്യാൻ പറയും. ഞാൻ പറഞ്ഞു അതല്ല അമ്മയ്ക്ക് അത്രയൊന്നും ഒരു എൻജോയ് ചെയ്തു അമ്മ. കാരണം ഞാൻ ആ പഴയ നസീർ സാർ മധു സാറോട് അങ്ങ് അഭിനയിച്ചിട്ട് ഇന്നലെ വന്ന ഒരു തടിയെ പോലെ ഞാൻ അങ്ങ് ഇറങ്ങി താഴെ വന്നു. എനിക്ക് അത്ര സന്തോഷം തോന്നിയ ഒരു സിനിമയാണ്. ആ ലെഗസി ഉള്ള ഒരു ആക്ടർ 50 years എന്ന് പറയുമ്പം ചെറിയ സ്പാൻ അല്ലല്ലോ.
അത്രയും ബോഡി ഓഫ് വർക്ക് ഉണ്ട്, അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. പേഴ്സണൽ ലൈഫിലും അത്രയും സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ട് ലൈഫിനെ ഫേസ് ചെയ്തൊരാൾ. അതുകൊണ്ട് ആട്രിബ്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഒരുപാടാണ് അമ്മയ്ക്ക് വരുന്ന അലങ്കാരങ്ങൾ നമുക്ക് പറഞ്ഞു വരുമ്പോൾ. ഈ അടുത്താണ് ഞാൻ ഒരു കോളേജിലെ ഒരു ഫ്രണ്ട് പറയുന്ന, പണ്ട് എന്താ കോളേജിൽ എന്തായിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ അറിഞ്ഞു. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അന്ന് സെറ്റിൽ വെച്ച് കുറെ ഹ്യൂമർ പറയും, ഇങ്ങനെ ഭയങ്കര രസമാണല്ലോ, ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വരുമല്ലോ. അപ്പൊ അതിൽ പറഞ്ഞ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിട്ട് ഞങ്ങളുടെ ഡേറ്റ്സ് ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ, ഞങ്ങളുടെ കുഴപ്പമാണ്, ഷൂട്ട് ഒരു ദിവസം പ്ലാൻ ചെയ്ത് തീരൂല, അപ്പൊ അമ്മയെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തുന്ന മോശമാണ്. അപ്പം അവസാനം ഞങ്ങൾ വിളിച്ച് പറഞ്ഞു, വിശാഖൻ ഞാനും കൂടെ വിളിച്ചു, 2 ദിവസം ചെന്നൈയിൽ വെറുതെ കൊണ്ടിരുത്തിയ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുമോ? അപ്പം ഒരു ബുദ്ധിമുട്ടില്ല മക്കളെ, നിങ്ങൾക്ക് അയൽക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ കൺട്രോളർ വിളിക്കും, അല്ല ചേച്ചി അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് ഞാൻ ഇടണ്ടേ? അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നത്, ഇടണ്ടേ? ഇടണം നാച്ചുറലി. വേണ്ട മനോജെ, ഞാൻ ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് മറ്റന്നാൾ അമ്മ രാവിലെ എത്തിക്കോളാം. അദ്ദേഹം ചോദിച്ച രീതി തന്നെ ടിക്കറ്റ് ഇടണമല്ലോ എന്നാ. പക്ഷെ അത് കേൾക്കുന്ന ഈ ഒരു ഉത്തരവ് വന്നു കേട്ടോണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഡെയിലി എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണോ? എവിടെ കിട്ടണ്ടേ? ഇവരൊക്കെ ഭയങ്കര തിരക്കാണ്. അല്ല കണ്ടാൽ മറുപടി ആയിരിക്കും. പക്ഷെ ധ്യാനം എന്ന് പറഞ്ഞ മഹാൻ കേൾക്കാൻ വേണ്ടി പറയാം, പൊന്നു മക്കളെ ഈ ഫോൺ കൊണ്ട് നടക്കുന്നുണ്ടോ അദ്ദേഹം? ഓഫായിരിക്കും മിക്കപ്പോഴും. കിട്ടത്തില്ല. ദൈവം സഹായിച്ച് ഒരു പടം കണ്ടിട്ട് നന്നായിരുന്നു എന്ന് പറയാൻ വിളിക്കാൻ പോയി കിട്ടത്തേ ഇല്ല. അങ്ങനെ ഒരു പടം അവൻ ചെയ്തോ? അല്ല ഇപ്പൊ വന്ന പടങ്ങളെല്ലാം വർഷങ്ങളാ. ഇത് പറയണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ റിങ് ചെയ്തിരിക്കും, എടുക്കത്തില്ല. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഈ കാലത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാനെ ഇടിയും മഴയും ചുമ്മാതല്ല, ആ സമയത്ത് കേരളത്തിൽ ഇന്റർവ്യൂസ് വരുന്നു. എന്തായാലും അതൊരു വല്ലാത്തൊരു സന്തോഷം തന്ന ഒരു പടമായിരുന്നു. അതറിയാം, പിള്ളേർക്കെല്ലാം അറിയാം. ആ പടത്തിനെ കുറിച്ച് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയും. അപ്പോൾ അത് കാരണം മക്കൾക്കും അറിയാം. പിന്നെ അജു ഇപ്പോൾ ഈ പറഞ്ഞതിനോട് ഭയങ്കര തിരക്കാണ് കേട്ടോ, സത്യമായിട്ടും. അല്ല അതിനിടയിൽ കൂടെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടപ്പോഴാണ് അറിഞ്ഞത് അജു ഇത്ര നന്നായിട്ട് പാടുമെന്ന്. പാടും ചുമ്മാ ഞാൻ വെച്ചൊരു തമാശ ഇങ്ങനെ സെറ്റിലൊക്കെ കാര്യമായിട്ട് പാടിയില്ലേ ഒരു പാട്ട്. അപ്പം ഞാൻ ചോദിച്ചു, മോനെ അജു ഇങ്ങനെ ശരിക്കും വിത്ത് ഓർക്കസ്ട്ര ഒക്കെ പാടുന്ന ആദ്യം എല്ലാവരും ആദ്യമായിട്ടാണ് കൊണ്ടുവന്ന്. നല്ലോണം പാടിയല്ലോ, നന്നായിട്ട് മറ്റേ സാധാരണ നമ്മളൊക്കെ മൂളിപ്പാട്ട് പാടുന്നതിനൊക്കെ പാടി എന്നറിയാതല്ലാതെ ഈ ഒരു വലിയ പ്രൊഫഷണൽ സിംഗർമാർ പാടുന്ന പോലെ കൃഷ്ണ 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 എന്നൊക്കെ പറയുന്നു. ആ ഒരു പാട്ടിലോട്ട് എങ്ങനെയാ എത്തിയിട്ടുണ്ടായിരുന്നില്ല? അതിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു, പാട്ടിന്റെ സീൻ. അപ്പൊ ഒന്ന് ലിപ്സിംഗ് ഒക്കെ എനിക്ക് അറിയില്ല, നമുക്ക് കിട്ടുന്നതിൽ പാട്ടുകളില്ലല്ലോ. ഞാനത് ബിബിനോട് പറഞ്ഞു, ഒന്ന് അമ്പലനടയിൽ ഉള്ള ഭാഗവതർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് ഇമേജ് വേറെയാ. ഞാൻ ഒരിക്കലും അത് എന്നിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു. ട്രോളായി ഇഷ്ടംപോലെ ഞാനുണ്ട്, ഇനിയിപ്പോ വേണ്ടല്ലോ. അപ്പം ലിറിക്സ് അയച്ചു തന്നു. ലിറിക്സ് അയച്ചു തന്നപ്പം സത്യസന്ധമായിട്ട് ആ ലിറിക്സ് ആണ് ഫസ്റ്റ്. മ്യൂസിക് ഞാൻ കേട്ടു, പക്ഷെ ലിറിക്സ് വന്നപ്പം ഞാനത് പറയാൻ കാര്യം, എനിക്ക് ബീങ് ക്രിസ്ത്യൻ ആണെങ്കിൽ കൂടി നമുക്ക് അങ്ങനെ അവസരങ്ങൾ കിട്ടില്ല അമ്പലങ്ങളിൽ പോകാൻ, കാര്യമില്ലല്ലോ. അപ്പം പക്ഷെ ഞാൻ അരവിന്ദൻ്റെ അതിഥികൾ ചെയ്യുമ്പം മൂകാംബിക തൊട്ട് കുടജാദ്രി വരെ ഞാൻ ജീപ്പ് ഓടിച്ചു. ഏതാ 14 കിലോമീറ്റർ. അത് നമുക്ക് ജീപ്പ് ഓടിക്കാൻ പറ്റൂല, അവിടുത്തെ ഡ്രൈവേഴ്സിന്റെ ജീപ്പ്. അത് കിട്ടില്ല. അപ്പൊ ഷൂട്ട് ആയതുകൊണ്ട് ആദ്യം ഇച്ചിരി ഓടിച്ചു. അങ്ങനെ 14 കിലോമീറ്റർ ഞാൻ ഓടിച്ചു ആ ഷൂട്ട് ചെയ്തോണ്ട്. അതങ്ങനെ കിട്ടുന്നൊരു ഭാഗ്യമല്ല. പിന്നെ ഈ പുണ്യാൾ നഗർപ്രദേശിലെ വടക്കുനാഥിൻ്റെ മുന്നിൽ ജേഡനും ഞാൻ എല്ലാ ജനുവരിക്കും വരുന്നൊരു ഇതുണ്ടല്ലോ, എന്താ ഗ്രീൻ വേ അടുത്ത വർഷവും, അതിന് മുന്നില്ല. ഞാൻ വിചാരിച്ചു ഗുരുവായൂരിലൊരു ഒരു ഒരു ദോ ഇത് സെറ്റാണെങ്കിൽ കൂടിയും അതൊരു ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ കരുതി. ലിറിക്സ് നന്നായിരുന്നു. കാര്യം അതിനെ വേറൊരു രീതിയിൽ ഭക്തിയുണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പോഴത്തെ തലമുറയ്ക്ക് മനസ്സിലാവുന്നതും എന്നാൽ അതിലൊരു ചെറിയ നർമ്മമുണ്ട് അല്ലേ സിനിമയിൽ കാണാം. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. ചെന്ന് പോയപ്പോൾ കൊറിയോഗ്രാഫി ഒന്നും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ആക്ഷൻ സോങ് ആക്കാം. ഈ സ്കൂളിലെ LKG പിള്ളേർ ഒരു പാട്ട് പാടാൻ പറഞ്ഞെന്തി. വിപിൻ വെരി സപ്പോർട്ടീവ്, നല്ല ഡയറക്ടർ. വിപിൻ അത് സമ്മതിച്ചു. പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഭയങ്കര ഒരു സിംഗറൊന്നും പാടേണ്ടതല്ലെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അവിടെ വിപിനും അങ്കിതും അത് സമ്മതിച്ചു. അങ്ങനെ കുറേ പ്രാവശ്യം പോയി പാടി. പക്ഷേ അത് കലക്കി സംഭവം, ആ സീനും എല്ലാം കൂടെ. അതുപോലെ തന്നെ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ അജുചേട്ടൻ ഒരു പുതിയ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു,
നമ്മുടെ അപ്പം അതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു? അല്ല അങ്ങനല്ല, ഞാൻ പറയുന്ന പോലെ അമ്മയെ അങ്ങനെ നമ്മൾ കയറി ഡിസ്റ്റർബ് ചെയ്യില്ല. അല്ല ഞാൻ നേരത്തെ പറഞ്ഞ 50 years ഓഫ് ബോഡി വർക്ക് ഉള്ളൊരു വ്യക്തി നമ്മളോട് മിണ്ടുന്നത്. ഇപ്പം ഞാൻ ഇതേപോലെ തന്നെ ആക്ച്വലി ബന്ധം കീപ്പ് ചെയ്തിട്ടുണ്ട് വേണു സാറായിട്ട്, ലളിതാമ്മയായിട്ട് ആക്ച്വലി. അപ്പം അവരുടെ രണ്ടുപേരും വളരെ എനിക്ക് പേഴ്സണലി ആയിരുന്നു. വേണു സാറിൻ്റെ ഞാൻ മനസ്സുകൊണ്ട് എൻ്റെ എന്താ പറയുക മാനസ ഗുരുവായിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പം എനിക്ക് പലപ്പോഴും ഇവരുടെ ഈ കിട്ടുന്ന സ്പേസിൽ ഇവരുടെ ഒക്കെ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. കാര്യം ഇത്രയും നടന്ന് മുന്നേ പോയ ആൾക്കാർക്ക് ഈ ഇൻഡസ്ട്രി ഈ ഒരു ഈ ജോലി ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ്? അവർക്ക് മടുക്കുന്നില്ല. മാളച്ചേട്ടൻ ഞാൻ ഓർക്കുന്നുണ്ട്, പുണ്യാളം ചെയ്യുമ്പം അദ്ദേഹത്തിന് വയ്യ, എണീറ്റ് നിൽക്കാൻ വയ്യ. അപ്പം നമ്മൾ വളരെ ജൂനിയേഴ്സാണ്. അപ്പം നമ്മൾ അവിടെ നോക്കി നിൽക്കുക, ഇവരെന്താ ഡയലോഗൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണല്ലോ നമ്മൾ നോക്കുന്നത്. ആക്ഷൻ വേണ്ടി അതായത് റെഡിയാണ്, ഷോട്ട് റെഡിയാന്ന് പറയുമ്പം അദ്ദേഹത്തിന് വരുന്നൊരു എനർജി ഉണ്ട്. ശരിയാണ്, സത്യം. അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു ആ ഷോട്ട് കട്ട് വിളിക്കുന്ന ആ എനർജിയിലാണ് പെർഫോമൻസ്. കട്ട് വിളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണം, പിന്നെ അങ്ങ് ഇരിക്കണം. പക്ഷെ അതൊരു മാജിക്കാണ് കണ്ടു നിൽക്കാൻ. അത് സീനിയേഴ്സിലൂടെ നമുക്ക് പലരോടും ഭാഗ്യം കിട്ടി. ജനാർദ്ദൻ ചേട്ടനൊക്കെ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടി. അപ്പം അയ്യോ സത്യം, ജനാർദ്ദൻ ഞങ്ങളൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവർ. ഞാൻ പറയും ഇന്നിപ്പോൾ ഡ്യൂപ്പൊക്കെ ഇല്ലേ, പണ്ട് ഞങ്ങൾ ക്രോസ് ബെൽറ്റ് മണിയുടെ പെൺപടാന്നൊരു പടം അഭിനയിച്ചെൻ്റെ പൊന്നുമോളെ, ഷോ 10-20 പേര് കുതിരപ്പുറത്ത് പോകണം. വിജയലളിത നായിക, നമ്മുടെ ലിസിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പം പ്രിയൻ്റെ ലിസിയുണ്ട്, മറ്റു കുറേ പേരുണ്ട് നായികമാർ. ആ ലിസിയാണ് മറ്റേ ഏതായാലും ശരി, ശ്രീലത, ഇങ്ങനെ ഞങ്ങളപ്പോൾ ഈ അവിടുത്തെ ഒരു വിസിലടി കേൾക്കുമ്പോൾ ഈ കുതിര ഇപ്പം വിജയലളിത കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് തെലുങ്കിലൊക്കെ അഭിനയിച്ചറിയാം. ഞങ്ങളെ ഒരു 5-6 ദിവസം ഒരു ബണ്ടിപ്പൂർ എന്ന സ്ഥലത്താണ്, മൈസൂറിനടുത്ത് പഠിപ്പിക്കുക കുതിര. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പറഞ്ഞ് അയ്യോ എല്ലാമൊക്കെ പഠിച്ചു. ശരി, അത്യാവശ്യം മുമ്പോട്ട് ഓടിക്കുക. എല്ലാം കഴിഞ്ഞ് വിസിലടിച്ച് എല്ലാവരും ഇങ്ങനെ വലിക്കുന്ന കുതിരയോട് ഞാൻ നോക്കി കുറച്ച് കഴിഞ്ഞപ്പം മറ്റേ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ലിസി കറക്റ്റ് അതെ, ഈ കുതിരയ്ക്കകത്തുനിന്ന് ഇങ്ങനെ ചരിഞ്ഞിട്ടേ നിർത്തോന്നൊരു വിളി കേൾക്കാം. ഇതെവിടെ നിന്നാണെന്നറിയാൻ വയ്യ. നോക്കുമ്പോൾ ഇത് കുതിരയുടെ കഴുത്തെ പിടിച്ചിങ്ങനെ കിടക്കുക. സത്യം, ഷോ എൻ്റെ ദൈവമേ, ആരണ്ടൊക്കെ വീഴാൻ പോകുന്നുണ്ട്. അപ്പം എനിക്ക് അപ്പം ഇത് കണ്ടിട്ട് ആരെങ്കിലും നിർത്താം, ഇപ്പോൾ വരില്ലേ, ആരെങ്കിലും നിർത്താം. അങ്ങനെ അതെ പുറയുന്ന ഇങ്ങനെ കുതിര വരികയല്ലേ, വീണ അടുത്ത കുതിര ചവിട്ടി പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനെ എന്തെല്ലാം ഞാൻ പറയാം, ഡ്യൂപ്പ് കീപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ കുതിര ഓടിക്കാൻ പഠിച്ച് കയറി സ്റ്റണ്ട് ചെയ്യുക. ത്യാഗരായ മാഷ്, ഞാനെന്ത് ശ്രീലത ചേച്ചിയും കൂടെ ചാരത്തിൻ്റെ മണ്ടയ്ക്കൊന്നും വരുന്നതും. റോപ്പൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല, ഹാർനസ് ഒന്നും ഉണ്ടാവില്ല. അമിതാഭ് ബച്ചൻ സാറും കമൽ സാറും കൂടെ കൊള്ളാം. കമലഹാസൻ്റെ കാര്യം അതില്ല കേട്ടോ, സെറ്റ് നല്ല സജീവമായിരിക്കും. കമലിൻ്റെ കൂടെ തമാശ, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സീരിയസ്. ഒരുപാട് തമാശ പറയാം കമൽ, നല്ല ക്ലാസിക് കോമഡിയാണ് പറയുമ്പോൾ നമ്മൾ തന്നെ. എന്നിട്ട് പുള്ളി ഒന്നും അറിയാൻ നമ്മ പറയും, നമ്മളിത് കുടുംബം ശരിക്കും എന്നാ നീ ശരിക്കും പറഞ്ഞിട്ട് നമ്മൾ ചിരിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുക എന്താ ചിരിക്കുന്നത്. അങ്ങനെ ഇത്രയും ചോദ്യങ്ങൾ റെഡിയാക്കി വെക്കണം, അത്രയ്ക്ക് കഥകൾ നമുക്ക് എനിക്കതല്ല, അജു ഇപ്പൊ വന്നല്ലോ ഇന്നത്തെ ദിവസം, വലിയ സന്തോഷം മോനെ. എനിക്ക് വരാൻ ഭയങ്കര സന്തോഷം. ഞാൻ അതിന്റെ അടുത്ത ചോദ്യം, അതായത് ഇപ്പൊ നമ്മൾ ഇന്നിങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ചെയ്യുന്നുണ്ട്. മല്ലികമ്മയാന്ന് പറഞ്ഞ് അജുനെ വിളിച്ചപ്പം ഞാൻ വരാം എന്ന് പറയാനുണ്ടായിട്ടുള്ള ആ ഒരു റീസൺ ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഐ ലവ് ദ അജു എനിക്ക് എന്റെ മോനേക്കാ അതേപോലെ തന്നെയാണ്. പക്ഷെ അജുന് ഒരുപാട് മോനെക്കാട്ടില്ല, കാരണം ഒരു പക്ഷേ അവരെക്കാട്ടിൽ കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് എന്നോട് അടുത്തിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഇവരോടൊക്കെ. ഇവരെവിടെ ഒരുത്തം പോയിട്ട് ഗുജറാത്തിലെ കണ്ട് കിടക്കും, 1 മാസമായി. എപ്പം വരും ഇവിടെയില്ല. പിന്നെ വിളിയോ പറയണ്ട, ഇതാണ് കുഴപ്പം. കഷ്ടപ്പെട്ടോടി വന്നപ്പോൾ എന്താടാ ഇന്ന് വന്നത്, അരമണിക്കൂർ ഇരിക്കാൻ സമയമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അത് വെച്ച് കുത്തി എന്നോട് പറയും. പക്ഷെ എന്തായാലും ശരി, പറഞ്ഞതുപോലെ ഇവരെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കും, നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം എന്തൊക്കെയോ നമ്മളിങ്ങനെ പുറകോട്ട് ഒരുപാട് ചിന്തിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കമൽ സാറിൻ്റെ കൂടെ അഭിനയിച്ചത് അന്നത്തെ കാലത്തെ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കൂടെ, നസീർ സാറ്, മധു സാറ്, എല്ലാവരുടെയും കൂടെ, രാഘവൻ ചേട്ടൻ, സുധീർ, അങ്ങനെ എല്ലാവരുടെയും കൂടെ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യ പാഠം അടൂർ ഭാസി സാറ് ഡയറക്റ്റ് ചെയ്ത മൂവി. അടൂർ ഭാസിൻ്റെ തമാശ അറിയാമല്ലോ മോനെ. അതായത് ഇപ്പോൾ ഈ ഇടയ്ക്ക് കാണുന്ന പോലെ ഈ പുള്ളി ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേ ചിരിക്കും. അപ്പോൾ അതിനകത്ത് ചിരിക്കാനുള്ള കണ്ടന്റിൻ്റെ അതിൻ്റെ എത്ര ഉണ്ടെന്നൊന്നും നമുക്ക് നോക്കത്തില്ല. പുള്ളിയുടെ ചിരി കാണുമ്പോൾ നമ്മൾ കൂടെ ചിരിക്കും. അതായത് മല്ലിക
അതാണ് അവിടെ എന്തോ അപ്പൊ തുടക്കത്തിലേ ശരിയാ ഇങ്ങനെയുള്ള അതിൻ്റെ ഇടയിൽ കൂടെ പാവം പിടിച്ച നസീർ സാർ എന്തോ ദിവസമേ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് സാറിൻ്റെ വീട്ടിൽ നിന്ന് ടിഫിൻ കൊണ്ടുപോയി. ഇന്നിപ്പം അത്രയൊന്നും നമുക്ക് ഈ ക്യാരവനും അത് ഇതൊക്കെ കുറേ കൂടെ സൗകര്യങ്ങളും കൂടി അത് വേണം, ഇല്ല അത് പറ്റത്തുമില്ല. ആൾക്കാരുടെ ശല്യങ്ങൾ, വലിയ വലിയ താരങ്ങൾ, ഇപ്പം ഇവരൊക്കെ ഇറങ്ങി പുറത്ത് നിന്നാൽ വിടുവോ? ഫോട്ടോ എടുത്ത് ഫോട്ടോ അല്ല, അത് ഞാൻ പറഞ്ഞു. അന്നൊക്കെ അങ്ങനെയല്ല. നസീർ സാറിൻ്റെ വീട്ടിൽ നിന്ന് വൈകിട്ട് 6 മണിക്കലത്തെ ടിഫിൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അപ്പം ഞാനിങ്ങനെ പറയും, സാറിൻ്റെ ഭാര്യ നല്ല കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി ആകെപ്പാടെ 10 എണ്ണം കൊടുത്തയക്കുന്നത്, അത് 20 പേര് കഴിക്കും. അവസാനം കൊണ്ടുവന്ന സാറിന് ഒന്നും കിട്ടത്തില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും. അത്രയും നമുക്ക് തമ്മിൽ കാണാനുള്ളൊരു അവസരം ഇപ്പോൾ ഇല്ല. ഒരാളെ വിളിക്കും, ഷോട്ട് എടുക്കും, പോയി ക്യാരവനിലിരിക്കും, അടുത്ത ആളെ വിളിക്കും. ഇങ്ങനെയല്ലേ ഇപ്പോഴത്തെ ഷൂട്ടിങ്. പണ്ട് അങ്ങനെയല്ല. ഞങ്ങൾ സേലം ഏർക്കാടൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് വട്ടത്തിലിരിക്കും. ഞങ്ങളെ ഓരോരുത്തരും ഓരോ സാധനം ഉണ്ടാക്കി കൊണ്ടുപോകും. വലിയ നീ എന്തോ കൊണ്ടുവരും എന്നൊക്കെ വിളിച്ച് ചോദിക്കും, മീന ചേച്ചി, ശ്രീല ചേച്ചിയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അച്ചപ്പം കൊണ്ടുവരാം, ഉണ്ണിയപ്പം കൊണ്ടുവരാം, അച്ചാറ് കൊണ്ടുവരാം എന്നൊക്കെ പറയും. എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരും. ഇതൊക്കെ തന്നെയാണ് ഊണിൻ്റെ ഇടയ്ക്ക് അങ്ങ് വിളമ്പി തള്ളുന്നത്. ഫാമിലി ഫീൽ അന്നുണ്ടായിരുന്നു. ഇന്നതില്ല. അല്ല, ഇന്നത് ഉണ്ടാവാൻ ബുദ്ധിമുട്ടും. കാരണം ഇന്നിപ്പോൾ വീടുകളിലും ഈ പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ കുഞ്ഞുങ്ങളെ നോക്കണം, പിന്നെ അതിനിടയ്ക്ക് വന്നു പോകുന്ന ജോലിക്കാർ അവരുടെ കാര്യം നോക്കണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ പഴയ അമ്മച്ചിമാരൊക്കെ അല്ലേ, അമ്മയുടെയൊക്കെ ശിങ്കടി. ഇപ്പോൾ എല്ലാവരും കിട്ടും. ഇപ്പോൾ അവർ നമ്മളെ ഭരിക്കും. എന്തോന്ന് അച്ചാറ് എപ്പോൾ ഉണ്ടാക്കാം, അമ്മ മീൻകറി ഉണ്ടാക്കണ്ടേ, പിന്നെ എപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്നത് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അമ്മയുടെ ഒരു ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? അതിന്റെ ഉത്തരവാണല്ലോ മലയാള സിനിമയിലുള്ള രണ്ട് നടന്മാർ. ബാക്കി പ്രൊഡ്യൂസേഴ്സ് എന്നൊക്കെ ഉള്ളതൊക്കെ മാറിയേക്കാം. 2 മഹാനടന്മാരും 2 ജെം ഓഫ് 2 പേഴ്സണാലിറ്റീസും. അത് തന്നെയാണല്ലോ ഏറ്റവും വലിയൊരു അമ്മയുടെ വിജയം എന്ന് പറയുന്നത്. അത് പറയേണ്ടത് സത്യം. അജു പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മക്കളത് വളരെ ഭംഗിയായിട്ട് അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. പറയും, അമ്മയ്ക്ക് എന്തെല്ലാം ആകാമായിരുന്നു, അമ്മയെ ആ മാമൻ വിളിച്ചു, അമേരിക്കയെ കൊണ്ടുപോകാൻ വിളിച്ചു, അവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചു ഒക്കെ. അപ്പോൾ എൻ്റെ ചേട്ടനൊക്കെ പറഞ്ഞു, നമുക്കങ്ങ് പോകാമെന്നൊക്കെ. അപ്പോഴൊക്കെ എനിക്ക് സുവോട്ടൻ്റെ വർത്തല, ഇവർ എവിടെയെങ്കിലും ചെന്ന് നിന്നാൽ 4 കാലം നിൽക്കണം, സൈനിക സ്കൂളിലൊക്കെ പഠിച്ച്. അപ്പോൾ എനിക്കതൊരിതായിരുന്നു, ഈ കുഞ്ഞുങ്ങളുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇപ്പോഴും എൻ്റെ മക്കളെ വല്ലതും പറഞ്ഞാൽ ഞാനാ പ്രതികരിക്കുന്നത്. അപ്പോൾ പിള്ളേർ ചോദിക്കും, അമ്മ ചുമ്മാ അമ്മ. ഞാൻ പറയില്ല, ഞാനൊന്നും പറഞ്ഞില്ല, വെറുതെ ഒരു ഇൻഡയറക്റ്റായിട്ട് ഞാനും ഒന്ന് കൊത്തിയെന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇൻഡയറക്റ്റായിട്ട് കൊത്തി. ഹ്യൂമർ ഒരു മെയിൻ വെപ്പണാണ്. ഹ്യൂമറിൽ നമുക്ക് ഒരാളെ അധികം ഇതാതെ കാര്യം പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഏറ്റവും ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂ ഇതുകൊണ്ടൊരു സോഷ്യൽ മീഡിയയിൽ എന്നോട്, എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു വലിയ വിളക്ക്, അപ്പം ഗണപതിയായി. അപ്പം സാധാരണ മയിൽ വിളക്കാണല്ലോ കാണുന്നത് എല്ലായിടത്തും. അയ്യോ, ഇതെന്താ ഗണപതിയോ മൊബൈൽ? ഞാൻ അതെ, സാധാരണ നിങ്ങൾ മയിൽ വിളക്കല്ലേ ഇത്രയും വലുത് കണ്ടിരിക്കുന്നത്, ഇത് ഞാനിങ്ങനെ അത് ഗണപതി ആക്കിയതാന്ന്. ആൻറ്റി ഉണ്ടാക്കിയതാണോ? അപ്പം ഞാൻ പറഞ്ഞു, അതെ കേൾക്കണേ. ഞാൻ പറഞ്ഞു, അതെ, കുറച്ച് നാളായിട്ട് പടമൊന്നുമില്ല, പിഷാരടി എന്നെ വിളിച്ചിട്ട് ചേച്ചി നിങ്ങൾക്കല്ലാതെ മറ്റേ കൺട്രോളറോട് പറഞ്ഞു, ടിക്കറ്റ് ഇടണ്ടേ? ഞാനിവിടെ നിന്ന് നായിട്ട് നടക്കാൻ തുടങ്ങി, മറ്റന്നാൾ മദ്രാസിലെത്താൻ എന്ന് പറഞ്ഞാലേ അങ്ങനത്തെ കുറെ കൊച്ചു തമാശകൾ എപ്പോഴും ഉണ്ടാവും നമ്മുടെ കൂടെ. ഭയങ്കര എന്താ പറയാ സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അത്ര അറിയില്ലായിരുന്നു നിങ്ങളൊക്കെ ഇത്രയുമുള്ള എന്താ പറയാ ക്ലെയിം ചെയ്യില്ല. ബട്ട് അമ്മ ആ സ്പേസ് തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും മക്കളോട് പറയും, നിങ്ങൾ അവരെയൊക്കെ വിളിച്ചോണ്ട് വരണം, അമ്മ ഇതുപോലെയൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പൊ ഈ പോലെ അവരെ കിട്ടിയിട്ട് വേണ്ട ഇവരെ വിളിക്കാൻ. അപ്പൊ അമ്മ പറഞ്ഞ പോലെ തന്നെ ഇനി നിങ്ങളുടെ ഒരു കോമ്പോലുള്ള ഒരുപാട് പടങ്ങൾ വേണം ശരിക്കും ഞങ്ങൾക്ക്. അതാകുമ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞാനോടൊന്ന് പറഞ്ഞു കേട്ടോ, ഗംഭീരമായിട്ട് ഈ 300 കോടി ഇതൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ നമ്മളൊക്കെ കൂടെ കേക്കണ്ട. ഞങ്ങൾക്ക് കണ്ടോണ്ടിരിക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. അതായത് ഈ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ. അപ്പൊ ഇതും ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ, ഈ ബന്ധവും സ്നേഹമൊക്കെ ഉണ്ടായി നല്ല സിനിമകളൊക്കെ വരണം. അപ്പം അജു ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം തിരക്കുന്നാണ് ഓടി വരുന്നത്. ഭയങ്കര തിരക്കാണ് ഇപ്പോഴും, എല്ലാ പടത്തിലും ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇന്ന് മദ്രാസ്, നാളെ എറണാകുളം, മറ്റന്നാൾ വേറെ തൊടുപുഴ, ഇങ്ങനെ കറങ്ങുന്ന ആളാണ്. ശരിയാ, സത്യം. അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് സന്തോഷം അമ്മയ്ക്ക്, മോനോ എൻ്റെ മക്കളെ. താങ്ക് യു സർ. എന്നോട് പ്രത്യേകം പറഞ്ഞു, ഞാൻ റേറ്റിംഗ് കൂടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചുമ്മാ ചിലപ്പോൾ എന്തെങ്കിലും കള്ളമൊക്കെ പറയാം ലിസ്റ്റ്, അതനുസരിച്ച് ഞാന് ആ കള്ളം പറയുന്ന വിഭാഗമൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പേ രക്ഷപ്പെട്ട ആളാണ് ഞാൻ. നമുക്ക് റേറ്റിംഗ് ഇല്ല.
അത് കാരണം പിന്നെ ആ പ്രശ്നം. റേറ്റിംഗ് ഇല്ല അല്ലേ? വളരെ സന്തോഷം. ഞാൻ പറഞ്ഞൊരു കാര്യത്തെ സീരിയസ് ആയിട്ട് എടുത്തതിന് സീരിയസ് ആയിട്ട് ഉത്തരം തന്നു. വളരെ സന്തോഷം. ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ അൽഫോൺസിന്റെ പടം വരുന്നത് അത് ഇദ്ദേഹത്തിന്റെ പടമായിരുന്നു. പിന്നെ എന്താ അമ്മേനെ വെച്ച് പടം എടുക്കാതെ? അയ്യോ ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ, അതുകൊണ്ടിട്ടാണ്. എന്റെ പൊന്നേക്കെ. ഞാൻ പറയുന്നില്ല വാങ്ങിച്ച പൈസ. ചെറിയ ട്രാവൽ ഏജൻസി ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിരുന്നു. അന്ന് ജയസൂര്യയും മലയാമയും കൂടെ ആയിരുന്നു വന്നിരുന്നത്. അത് പറഞ്ഞില്ലേ? ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഓർത്തത് എപ്പോഴെങ്കിലും ഓർക്കും, എപ്പോഴെങ്കിലും ഇനിയിപ്പം. പക്ഷെ ഒരു ഘട്ടത്തിൽ 17 വയസ്സേ ഉള്ളല്ലോ. വയസ്സാകുമ്പോ മറവിയൊക്കെ വരുമ്പോ ഇപ്പോൾ രാജുവായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പം എല്ലാ പരിപാടികൾക്കും ഒരു ഉദ്ഘാടനത്തിനായിട്ട് ഇവരെയൊക്കെ കിട്ടുമെന്ന് ചോദിക്കും. ശരിക്കും അങ്ങനെയല്ലല്ലോ ഇവര്. ഞാനിപ്പോ ദുബായിലും ദോഹയിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴും അവിടെ ചോദിക്കുന്നത് സൈനിക് സ്കൂളിൽ പഠിച്ചവരാണോ ഇവരുണ്ടെന്നൊക്കെയാ ചോദിക്കുന്നത് പലപ്പോഴും. പിന്നെ എന്നോട് സംസാരിക്കുമ്പോൾ ആ ഡൗട്ട് അങ്ങ് മാറും. ഞാൻ എന്താ ഓടി വന്നതെന്ന് പറയും. ഇനിയിപ്പോ ഞാനെങ്ങാനും ചോദിച്ചൊരു പൃഥ്വിരാജ് വല്ല ഡേറ്റും തന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ ഭഗവാൻ, ഒരാള് വേണ്ടേ, ഒരു താങ്ങായിട്ട് ഒരാള് വേണ്ട. അതുകൊണ്ടിട്ട് ഞാനിങ്ങനെ ഞാനെടുക്കുന്ന പടത്തിന് പോലും അതെ ഞാനൊരു സേഫ് സോണിൽ പിടിച്ചു വെച്ചേക്കുക.